നേരത്തെ ഉണ്ടായ വിഷയത്തെക്കുറിച്ച് അഹ്സനി പറഞ്ഞ കാര്യത്തോട് നമുക്ക് 100% വിയോജിപ്പാണ്. മധ്യസ്ഥന്മാർ നമ്മളോട് പ്രതികരിക്കരുത് എന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് നമ്മൾ പ്രതികരിക്കാത്തത്. മധ്യസ്ഥന്മാരെ ഞങ്ങൾ ആദരിക്കുന്നു, അംഗീകരിക്കുന്നു, അതുകൊണ്ട് മാത്രം. പിന്നെ അതിൻ്റെ റിവ്യൂ കാണിക്കാൻ മരിച്ചാലും ഞങ്ങൾ തയ്യാറാകൂല എന്ന് അഹ്സനി പറഞ്ഞു കേട്ടോ, ശുദ്ധ കളവാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. മരിച്ചാലും റിവ്യൂ കാണിക്കൂല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് അയാൾ പറഞ്ഞിരിക്കുന്ന ശുദ്ധ കളവാണ്. അപ്പോൾ കളവിലൂടെ തന്നെയാ. പിന്നെ ദജ്ജാലൂന കസ്സാബൂന ഒക്കെ ഓതിയുണ്ടല്ലോ, അതിന് ബാക്കി എന്താ? സീമാഹു മുത്തഹലീഖ്. അവിടെ വായിച്ചാളി. ഈ മുസ്ലിയാക്കന്മാര് തലപ്പാവിനകത്ത് തലമുടി വളർത്താൻ തുടങ്ങിയത് സീമാഹു മുത്തഹലീഖ് എന്ന ബാക്കി ഭാഗം ഞങ്ങൾ ഓതി തന്നത് മുതലാണ്. അതാണ് ഈ വസ്തുത. അപ്പോൾ അത് തലമുടി മുണ്ടനം ചെയ്യലാണ് അവർക്കുള്ള അടയാളമെന്നുള്ള ഭാഗവും കൂടി ഞങ്ങളുടെ പണ്ഡിതന്മാർ നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് കുറച്ചാൾക്കാർ മുടി വളർത്താൻ തുടങ്ങിയത്. അതാണ് ഈ ആളുകളുടെ അവസ്ഥ. അതുവരെ എന്താ? തലമുടി മുണ്ടനം ചെയ്യലാണ് അന്നത്തെ പുണ്യം, അതാണ് സുന്നത്ത് എന്ന് പഠിപ്പിച്ച ആൾക്കാരാണിത്. ഇപ്പോ ഈ മുടിക്കച്ചവടയിൽ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ ബർക്കത്തുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടതും മുടിക്ക് ബർക്കത്തുണ്ട് എന്ന് ഖുർആൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന്. അത് തോന്നുന്ന വിധത്തിൽ ആ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇപ്പോ വീണ്ടും ഇയാൾ വിഷയം വിട്ട് ബർക്കത്ത്, നിഅമത്ത്, റഹമത്ത് തുടങ്ങിയിരിക്കുന്ന കാര്യത്തിലേക്ക് വന്നു. ഞങ്ങൾ അതാ പറഞ്ഞത്, വ്യവസ്ഥ വിട്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. ഈ റിവ്യൂയുടെ വിഷയം വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ വ്യവസ്ഥ വിട്ട് പോകാൻ പറ്റില്ല തന്നെയാണ്. ആ വ്യവസ്ഥയിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കുവാൻ തയ്യാറാവണം. ഇവിടുത്തെ വിഷയം എന്താ? മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു തേടുന്നതിന് അതിന് ഇസ്ലാമിൽ തെളിവുണ്ടോ എന്നാണ് പറയേണ്ടത്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു രേഖയും ഉദ്ധരിച്ചിട്ടില്ല. പ്രവാചക ചര്യയിൽ നിന്ന് രേഖ ഉദ്ധരിച്ചിട്ടില്ല. ലോകത്ത് കടന്നുപോയിരിക്കുന്ന പ്രവാചകന്മാർ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടിയ ഒരു സംഭവവും ഉദ്ധരിച്ചിട്ടില്ല. പ്രവാചക തിരുമേനി ബദർ ശുഹദാക്കളെ വിളിച്ചു തേടിയ ഒരു സംഭവം ഉദ്ധരിച്ചിട്ടില്ല. ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് ആര് എപ്പോൾ വിളിച്ചു തേടിയാലും അതൊക്കെ പ്രത്യേകം കേട്ട് മനസ്സിലാക്കി ഉത്തരം ചെയ്യുവാനുള്ള കഴിവ് ഏതെങ്കിലും മഹാനുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞതായി തെളിയിക്കുവാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോ കാഫിറുകളോട് വരെ, ജീവിച്ചിരിക്കുന്ന കാഫിറുകളോട് വരെ സഹായം തേടിയിട്ടുണ്ടെങ്കിലും മരിച്ചുപോയ ഒറ്റ മഹാനോടും പ്രവാചക തിരുമേനി സഹായം തേടിയിട്ടില്ല. തുടങ്ങി ഒരുപാട് സംഗതികൾ ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ ഞങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ വിഷയത്തിലേക്ക് വരാൻ തയ്യാറാവാത്ത ആളുകൾ ഞങ്ങളോട് ചോദിക്കുമ്പോഴും വിഷയത്തിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല. പിന്നെ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നത് എങ്ങനെയാണ് ശിർക്കാവുക, എന്തുകൊണ്ടാണ് ശിർക്കായത്, എന്താണ് കാരണമെന്നാണ് ഞാൻ നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അല്ലാഹും റസൂലും അത് ശിർക്കാന്ന് പറഞ്ഞുകൊണ്ട്, അള്ളി റസൂലും ശിർക്കാന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ സൈക്കിൾ എടുത്തു കൂടേണ്ട കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. അള്ളി റസൂലും ശിർക്കാന്ന് പറഞ്ഞ സംഗതിയാണത്. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും, നിങ്ങൾ അല്ലാഹുവിന് പുറമെ തേടിക്കൊണ്ടിരിക്കുന്നവർ നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്. അതുകൊണ്ട് നിങ്ങൾ അവരോട് തേടൂ, അവരോട് ഉത്തരം ചെയ്യട്ടെ എന്ന് ഖുർആൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, നിങ്ങളെ സഹായിക്കാൻ പറ്റിയ പിടിക്കാവുന്ന കൈകളോ, നടക്കാൻ പറ്റുന്ന കാലുകളോ, കാണാവുന്ന കണ്ണുകളോ, കേൾക്കാവുന്ന കാതുകളോ അവർക്കുണ്ടോ എന്ന് ഖുർആൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടുന്നതടക്കം അല്ലാഹു അല്ലാത്തവരുള്ള പ്രാർത്ഥന, തേട്ടം, ഇസ്തിഗാസ അത് വഴികേടാണ്, അത് ശിർക്കാണ്, അല്ലാഹു പൊറുക്കാത്ത പാപമാണ് എന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുമ്പോഴും പിന്നെയും ആ വിഷയത്തിൽ നിന്ന് കുതറിച്ചാടി വേറെ പല വിഷയങ്ങളിലേക്കും കടന്നു വന്ന് എങ്ങനെയെങ്കിലും ഈ സമയം ഒന്ന് കഴിച്ചു തീർക്കണം എന്ന നിലപാടിലാണ് അഹ്സനിമാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം ആവർത്തിച്ച് പിന്നെയും ശ്രദ്ധയിൽപ്പെടുന്നത്. അതുകൊണ്ട് വ്യവസ്ഥ വിട്ടു പോകരുത്, വ്യവസ്ഥക്കകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് വിഷയം സംസാരിക്കുവാൻ തയ്യാറാവണം എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്. അതിനപ്പുറത്ത് ജിന്നോ, മലക്കോ, ബർക്കത്തോ, കറാമത്തോ, മുഅ്ജിസത്തോ മറ്റേത് വിഷയങ്ങളും, സിഹിറടക്കമുള്ള ഏത് വിഷയങ്ങളും ചർച്ച ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം വ്യവസ്ഥ എഴുതി തയ്യാറാക്കി സമയം കണ്ടെത്തി ചർച്ചക്ക് തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പിന്നെയും ആവശ്യപ്പെടാനുള്ളത്. കഴിഞ്ഞ സംസാരത്തിൽ അഹ്സനിയുടെ ഭാഗത്ത് നിന്ന് പുതിയ ചോദ്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് ഞങ്ങൾ അതിനോട് പ്രതികരിക്കുന്നില്ല. അടുത്ത കളവുകളുടെ ഘോഷയാത്ര അതിന്റെ ബാക്കിയിലുണ്ടത്രേ സീമാഹു മുത്തഹലീഖ്. വെല്ലുവിളിക്കുന്നു നിങ്ങളെ കാണിക്കത് പച്ച നുണ. നുണ പറയാനായിട്ട് പോകുന്നതാ. അത് വ്യവസ്ഥയിലുണ്ട്. ഏത്? അത് ടേപ്പ് കാണിക്കണ്ട. കിതാബ് എടുക്ക്. എവിടെ ഹദീസിന്റെ ബാക്കിയിൽ? എവിടുന്ന് ഞങ്ങൾ വരണ്ട്?
ആ ഹദീസിന്റെ ബാക്കിയിൽ അതില്ലണ്ടേ കൊണ്ടുപോവാ. എടുക്ക് സീമ, ഈ ഹദീസ് ദജ്ജാലുവിന്റെ കഥാബിന്റെ ബാക്കിയിൽ എവിടേത് പറയൂ നിങ്ങൾ. കളവ് പിന്നെ നിങ്ങൾ കാണിക്കൂലെന്ന് ഞാൻ പറഞ്ഞു. എന്നാ കാണിക്കട്ടെ. കഴിവിലങ്ങള് നിങ്ങളോട് പ്രതികരിക്കരുതെന്ന് പറഞ്ഞ ബാക്കി എടുക്കില്ലാന്ന് ഉറപ്പ്. അതുകൊണ്ട് നിങ്ങളോട് അങ്ങനെ പറഞ്ഞു, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് കള്ളമേ പറയും സീമാവത്തെ ഹനിമിക്കുകള്. പിന്നെ ഓതിയായിട്ടില്ല ഇന്തതൂഹും. ചോദിക്കട്ടെ ഞാൻ അതിലൂടെ മരിച്ചോലെ ഒന്ന് പറയുകള്. ഇൻ മരിച്ചോല, തദൂ മരിച്ചോല, ഹൂ മരിച്ചോല. പറയൂ നിങ്ങൾ. എവിടെ മരിച്ചവരെന്നതിൽ അത് നിങ്ങൾ ഉണ്ടാക്കി. അതാ ഞങ്ങൾ പറ. ആ ആയത്ത് അതിന് തെളിവല്ല. ഏതുപോലെയെന്നറിയോ? ഒരാൾ ഹോട്ടലിൽ ചായ കുടിക്കാം, അപ്പൊ വേറൊരു ആയത്തോതാണ് കുടിക്കലടാ ചായ. ഇന്നമൽ ഖംറു വൽ മൈസൂർ വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. കള്ള് മഹാപാപല്ലേ ചങ്ങാതിമാരെ. ഇസ്ലാമിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്താ? ഇമാം റാസി പറഞ്ഞു, ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു. ഒരടിമ അവന്റെ ദൈവത്തോട് നടത്തുന്ന ചോദ്യം. മനസ്സിലായോ? ഞാൻ മുഹിയുദ്ദീൻ ശൈഖിനോട് പറയുന്നു, എന്റെ മനസ്സിലുള്ള ഉദ്ദേശം ശൈഖ് ജീലാനി റബ്ബാണെന്നാണോ ദൈവമാണെന്നാണോ? പറ്റൂല. അതാ പറഞ്ഞത് ഇൻതദൂഹും. മനസ്സിലായോ? എന്നിട്ട് അത് ഇവിടെ കൊടുത്ത് ചാർത്തുക. ഇത് ഖവാരിജിന്റെ സ്വഭാവമാണ്. മറുപടി പറഞ്ഞില്ല. ഞാൻ ചോദിച്ചില്ലേ നിങ്ങളോട്, ഫളില് റഹ്മത്ത് എന്ന് നബി തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ കാഫിറാണെന്ന് നിങ്ങളെ പത്രം? ചോദിക്കട്ടെ, വിശുദ്ധ ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന പത്രമാണോ? വിശുദ്ധ ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ? പറ. എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്? നിഷേധിച്ചിട്ടില്ലല്ലോ നിങ്ങളെ സബാബ് കയ്യിൽ പിടിച്ചാ ചോദിക്കുന്നത്. നബിയെ കുറിച്ച് ജനങ്ങളെ അറിഞ്ഞോ? ഹബീബിനെ കുറിച്ച് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അവൻ മുശ്രിക്കാണെന്നല്ലേ നിങ്ങളെ പത്രത്തിൽ എഴുതിയത്? ഇതാണോ ദീനിന്റെ പത്രം? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി പഠിച്ചോ, ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ഇൻതദൂഹും. ആരെ വിളിച്ചാൽ മറിക്ക് തൊബരി, മറിക്ക് ഇബ്നു കസീർ. ഐ ഇൻതദുൽ ആലിഹത. ബിംബങ്ങളെയും ദൈവങ്ങളെയും വിളിച്ചാൽ പിരിച്ചു വിട്ടാൽ ചങ്ങായിമാരെ. അത് ബിംബമാക്കി ദൈവമാക്കി ജിന്നിനെ വിളിച്ചാലും പേവാണ്, ആരെ വിളിച്ചാലും കുഴപ്പമാണ്. മനസ്സിലായോ? ഈസാ നബിന്റെ ആളുകൾ വിളിച്ചില്ലേ ദൈവപുത്രനാക്കി? ശിർക്കാണ്, പ്രാർത്ഥനയാണ്. പഠിച്ചോ. മരിച്ചുപോയ പറഞ്ഞ് എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. കൃത്യമായി ഞങ്ങൾ പറയുന്നു, ദൈവമാണ് റബ്ബാണെന്ന് നിലക്ക് വിളിച്ചാൽ ശിർക്കാണ്. അതായും തദൂഹും. ഇനിയെങ്കിലും പഠിച്ചോളൂ. ഇനി ഞങ്ങൾ ചോദിക്കട്ടെ, വിടൂല. ജിന്നും സിഹറൊന്നും വിടൂല. തബറുക്ക് ബർക്കത്തെടുത്താ മുശ്രിക്കാവുന്ന നിങ്ങളെ മൗലവി. പഠിച്ചോ. എങ്ങനെ? മറഞ്ഞ വഴിയിലൂടെ ഗുണം പ്രതീക്ഷിക്കാനുള്ള വിഷയം അത് പറയാൻ തയ്യാറായില്ല. ഞങ്ങളെ വിജയാതൊക്കെ ഞങ്ങളെ മുന്നിൽ വന്നിട്ട് പറയുന്നില്ല. മറഞ്ഞ വഴിയിലൂടെയുള്ള സഹായത്തായിട്ടാണ് കാരണം. എന്തേ തൊള്ളർക്കാത്തത്? തുറക്കൂലകള്. നിങ്ങളെ കഥ കഴിഞ്ഞു മക്കളെ. ഇത് നോക്കി ഞങ്ങള്. ഇതിലിതാ പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ ആസാറുകൾ കൊണ്ട് ബർക്കത്തെടുത്താൽ മുശ്രിക്കാകും. റസൂലുള്ളാഹിന്റെ എന്തുകൊണ്ട് ബർക്കത്തെടുത്താൽ മുശ്രിക്കാവും? നിങ്ങളെ CP ഉമർസുല്ലം ഇത് ചെറിയമുണ്ടല്ല. നിങ്ങളെ ജനറൽ സെക്രട്ടറി ഇയാൾ പറയുന്നു, നബി തങ്ങളുടെ സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ആസാറുകൾ കൊണ്ട് ബർക്കത്തെടുത്തിരുന്നു. എന്റെ ചോദ്യം, CP മുശ്രിക്കാണോ? മുശ്രിക്കിന്റെ ലിസ്റ്റ് കരഞ്ഞിട്ട് കാര്യമില്ല. അലിമദനി ഇല്ല. കാരണം എന്താ? യാമാനി മൗലവി, മൂസ മൗലവി തുടങ്ങിയിട്ട് ലാസ്റ്റ് ഏത് വരെ നിങ്ങളുടെ സ്വന്തം ജനറൽ സെക്രട്ടറി CP വരെ മുശ്രിക്ക്. പിന്നെ ഖുർആനിലും ശിർക്ക്. എവിടുക്കാങ്ങളെ ശിർക്ക് കൊണ്ടുപോണ്? ഇത് എന്ത് ശിർക്കാടോ? ഇന്ന ശിർക്കല്ല ശിർക്ക. എന്നിട്ട് ഇന്തദൂഹും വെല്ലുവിളിക്കുന്നു നിങ്ങളെ. കൊണ്ടുപോകാ തഫ്സീർ. ഖുർആനിലെ ആയത്ത് വിഗ്രഹങ്ങളെ കുറിച്ചാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാണ് ഇപ്പോൾ അഹ്സൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ വിഷയാവതരണം മുതൽ ഓതി കേൾപ്പിച്ചാണ്. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാ ഇബാദുൻ അംസാലുക്കും. നിങ്ങളെപ്പോലെയുള്ള അടിമകൾ. നിങ്ങൾ വിഗ്രഹങ്ങളാ? നിങ്ങൾക്ക് ജീവനില്ലേ? നിങ്ങൾ ഇളകുന്നില്ലേ? നിങ്ങൾ സംസാരിക്കുന്നില്ലേ? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലേ? നിങ്ങൾ മറ്റു പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? ഇബാദുൻ അംസാലുക്കും. നിങ്ങളെപ്പോലെയുള്ള അടിമകൾ എന്നാണ് ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരിടത്ത് ഖുർആൻ എടുത്തു പറഞ്ഞത്, വല്ലദീന യദഊന മിൻ ദൂനില്ലാ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ അംവാതുൻ ഗൈറു അഹ്യാ വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. അവർ ജീവനില്ലാത്തവരാണ്, മരണപ്പെട്ടവരാണ്, ഒന്നിനെയും സൃഷ്ടിക്കാത്തവരാണ് എന്നും ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻ തദഊഹും ലാ യസ്മഉ ദുആക്കും എന്ന് പറഞ്ഞാൽ അത് വിഗ്രഹങ്ങളെ കുറിച്ച് മാത്രമാണ്. ആണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. ഖുർത്തുബിയും അതുപോലെയുള്ള തഫ്സീറൊക്കെ എടുത്ത് മറിച്ചു നോക്കൂ. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, വിഗ്രഹങ്ങളെ പറയുന്ന കൂടെ തന്നെ അമ്പിയാക്കൾ പെടും എന്നതിന്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്.
ആ കൂടെ പറഞ്ഞത് വിട്ടുകൊണ്ടാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വിഗ്രഹങ്ങളെ കുറിച്ച് മാത്രമല്ല, മരിച്ചുപോയ മഹാത്മാക്കൾ, അമ്പിയാക്കള്, ഔലിയാക്കള്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങിയിരിക്കുന്നവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ സംസാരിച്ചത്. റൂഹുൽ ബയാനിലും അതുപോലെ ഖുർത്തുബിയിലുമൊക്കെ ഈ കാര്യം ആവർത്തിച്ചെടുത്ത് പറയുന്നുണ്ട്. അതൊക്കെ മറച്ചു വെച്ചിട്ട് ഇവര് പുതിയ വാദഗതികൾ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. യഥാർത്ഥത്തിൽ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഇത് വിഗ്രഹങ്ങളെ കുറിച്ച് മാത്രമല്ല, അതുപോലെ തന്നെ ഇത് മരിച്ചുപോയ മഹാത്മാക്കൾ, ഔലിയാക്കൾ, അമ്പിയാക്കൾ അടക്കമുള്ള ആളുകളെ കുറിച്ച് തന്നെയാണ് എന്ന് തഫ്സീറുകളാണ് പറഞ്ഞത്. ഞങ്ങളുടെ സ്വന്തം വകയല്ല. അത് ആ നിലക്ക് ഞങ്ങൾ എടുത്തുദ്ധരിച്ചത്. തുടക്കത്തിൽ വിഷയാവതരണം മുതൽ ഈ സംഗതി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇബാദുൻ അംസാലുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള അടിമകൾ എന്നല്ലാതെ നിങ്ങളെപ്പോലെയുള്ള വിഗ്രഹങ്ങൾ ഇതിന് അർത്ഥമുണ്ട് എന്ന് വിചാരിക്കുന്നില്ല. അത് കൃത്യമായി എല്ലാവർക്കും മനസ്സിലാകും. പിന്നെ മൂപ്പരെന്താ ഖുർആൻ ഈ ബർക്കത്ത്, റഹ്മത്ത്, അതുപോലെ ബർക്കത്തെടുത്താല് അവശിഷ്ടങ്ങൾ കൊണ്ട് ബർക്കത്തെടുത്താല് ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയത്തിൽ അത് പെടുന്നില്ല. നമ്മൾ എഴുതിയിരിക്കുന്ന വ്യവസ്ഥയിൽ ബർക്കത്തെടുക്കുന്നതിനെ കുറിച്ചൊരു വാചകം പോലുമില്ല. മറിച്ച് മൗദി ശേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ ഖുർആൻ അരുതെന്ന് പറഞ്ഞ പ്രാർത്ഥനയല്ലെന്നും അത് ശിർക്കല്ലെന്നും പ്രമാണങ്ങളുടെ പിൻബലമുള്ളതാണ് എന്നുമാണ് നിങ്ങൾ വാദം എഴുതിയത്. അതിനാൽ ആ വാദത്തിലേക്ക് തന്നെ തിരിച്ചു വന്നുകൊണ്ടായിരിക്കണം വിഷയം സംസാരിക്കേണ്ടത്. മാത്രവുമല്ല, ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആക്കും എന്ന ആയത്തിന്റെ അവസാനം പറഞ്ഞെന്താ, വയക്ഫുറൂന ബിശ്ശിർക്കിക്കും, നിങ്ങൾ അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഇസ്തിഗാസ അത് ശിർക്കാണ്. പരലോകത്ത് വരുമ്പോ അവർ നിഷേധിക്കും, അവരെ തള്ളിക്കളയും. ഏതാ ശിർക്ക്? അവർക്ക് വേണ്ടി അവരോട് നടത്തിയിരിക്കുന്ന ദുആ അഥവാ ഇസ്തിഗാസ എന്ന് കൃത്യമായി ഞാൻ പലതവണ ആവർത്തിച്ചു പറഞ്ഞതാണ്. അതൊക്കെ മാറ്റിവെച്ചിട്ടാ മൂപ്പരെന്ത് ചെയ്യുന്നത്? പുതിയ വാദഗതികളുമായി മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വരണം, വാദത്തിലേക്ക് തിരിച്ചു വരണം, എന്നിട്ട് വേണം കാര്യങ്ങൾ സംസാരിക്കുവാൻ. ചോദ്യം ചോദിക്കുകയാണെങ്കിലും ഉത്തരം പറയുകയാണെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കുകയാണെങ്കിലും എഴുതിയിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് വിഷയത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് ഒരിക്കൽ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ത്തിലും വഫാത്തായി പോയ മഹാന്മാരോട് ഇസ്തിഗാസ ചെയ്താൽ ശിർക്കാണെന്ന് ഇപ്പൊ വായിച്ചിട്ടുണ്ടോ? ഇല്ല. വഫാത്തായി പോയ മഹാന്മാരോട് അവരുടെ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നത് ശിർക്കാണെന്ന് പറയാൻ ഈ മൗലവിക്ക് കഴിഞ്ഞില്ല. പച്ച നുണയാണ് പറഞ്ഞത്. പിന്നെ സീമാഹുമുത്തഹരിക്ക് എവിടെ? ഞങ്ങൾ മറക്കൂല, ഏപ്രിക്കാടും മറക്കൂല. നിങ്ങളെ വിചാരണ ചെയ്തോളാം, ജനകീയ വിചാരണ. എന്തേ മൗലവി? സുമ്മ യർജിയ ഹാദാ ഇലൽ മഅ്ബൂദീന മിമ്മാ യാക്കിൽ. ബാക്കി എന്തേ ഇപ്പൊ വായിക്കാനൊരു മടി? കൽമലായികത്തി വൽ ജിന്നി. വായിക്കാൻ മടി. വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ. ജിന്ന് പോലെ ഇതരെ ഞങ്ങളോട് ഓതിയല്ലേ, ഞങ്ങൾ പറഞ്ഞുതരാം കേട്ടോ അതിന്റെ അർത്ഥം. ഇൻ തദൂഹും എന്ന് പറഞ്ഞത് എപ്പോഴാണ് ഇവരൊക്കെ ആകുക? ഇലൽ മഅ്ബൂദീന. പഠിച്ചു വെച്ചോ, അവർക്ക് ചെയ്യുന്ന ഉടമയാണ്, അടിമയാണ്, ദൈവമാണ്. ഈ നിലക്ക് ചെയ്യുന്ന ഇബാദത്ത് ചെയ്താൽ അതിൽ ജിന്നും പെട്ടു, എല്ലാവരും പെട്ടു. ജിന്ന് വായിക്കാൻ വരെ മടിയേ. ഇത് കരിമ്പിലാക്കൽ തന്നെ അല്ലേ? ഇപ്പൊ ആരൊക്കെ മുസ്ലിക്ക് ആയത്? CP ഖുർആനിൽ പിന്നെ റഹ്മത്ത് പറഞ്ഞപ്പോ അതും മുസ്ലിക്ക്, പിന്നെ അമാനി മൗലവി, പിന്നെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് മൂസ മൗലവി, KM മൗലവി, പിന്നെ മുഴുവൻ ഇമാമിങ്ങളും. ഈ ഇമാമിങ്ങളൊന്നും ഇല്ലാത്ത സ്വർഗത്തിലേക്കാണോ നിങ്ങളെ പോക്ക്? ആ സ്വർഗത്തിന്റെ പേരാണോ നരകം? അതിൽ നിങ്ങൾക്ക് പോയിക്കോ. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞോളാം, നബവി ഇമാമ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നുർന്നപ്പോഴും മറക്കണ്ട, അത് ഞങ്ങൾ മറന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അവസാനത്തെ ചോദ്യം കൂടി പിടിച്ചോ. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾ അള്ളാഹുവിന്റെ റസൂലിനോട് ഉന്നുർനായ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻ മുശ്രിക്കാണോ? പറയണം. അവൻ മുശ്രിക്കാണോ? പറയണം. നിങ്ങൾ ഖുർആൻ പറഞ്ഞതെന്താ? ഖിയാമത്ത് നാൾ വരെയുള്ള സർവരോടും നിങ്ങൾ പറയണം അള്ളാഹുവിന്റെ റസൂലിനോട് ഉന്നുർനാ പറയണം. നിങ്ങൾ ഇവരൊരു ശിർക്ക് തൊഴിലാളികളാണ്. എല്ലാവരും മുശ്രിക്ക്. സിഹ്ർ ഫലിക്കും മുശ്രിക്ക്, ബർക്കത്തെടുത്താ മുശ്രിക്ക്, റസൂലിനെ കുറിച്ച് റഹ്മത്ത് പറഞ്ഞാ മുശ്രിക്ക്. മുശ്രിക്കുകളുടെ ഒരു പടയാണോ ഈ ഗ്രൂപ്പ്? എന്താ നിങ്ങൾക്ക് പറ്റിപ്പോയത്? എന്നിട്ട് ഹദീസും പഠിച്ചിട്ടില്ല, ആയത്തും പഠിച്ചിട്ടില്ല. ഇപ്പം നസാഫ് എഴുന്നേൽക്കലെന്നെ നിർത്തി. കുറെ ഇങ്ങനെ നോളായി നോക്കി, കുഞ്ഞാ പോയി. ഒരു കാര്യവുമില്ല മക്കളെ. പിന്നെ സംസ്കാരം വിട്ട് സംസാരിച്ചു. അത് ഞങ്ങളെ ശൈലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കി.
ഞങ്ങൾ പറയട്ടെ, മാന്യമായി ഒറ്റ വാക്കിൽ പറയുന്നു, ഞങ്ങളോട് ഞങ്ങളെ റബ്ബ് പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഇമാം റാദി പറഞ്ഞു, ഇസ്തിഗ്നാഉൽ അബ്ദി റബ്ബഹു, ഒരു ശക്തിയോട് നമ്മൾ തേടുന്നു, ദൈവമാണ് റബ്ബാണെന്ന നിലക്ക്. ആ തേട്ടം റബ്ബിനോടല്ലാതെ പറ്റില്ല. അതാണ് ഇൻ തദൂഹും എന്ന് പറഞ്ഞത്, അതാണ് ലാ തദൂ മഅല്ലാഹി അഹദ എന്ന് പറഞ്ഞത്, അതാണ് ഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നി ഖരീബ് എന്ന് പറഞ്ഞത്, അതാണ് ഖുൽ ഇന്നമാ അദൂ റബ്ബി എന്ന് പറഞ്ഞത്. ഈ പ്രാർത്ഥനകളൊക്കെ ഈ പറഞ്ഞ ഇസ്തിഗ്നാഉൽ അബ്ദി റബ്ബഹു, റബ്ബാണ് ദൈവമാണെന്ന് വിചാരിച്ച് തേട്ട റാസി മാമ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ നബിയോട് പറയുന്നതോ അത് ഖുർആൻ ഞങ്ങളോട് പറഞ്ഞിട്ടാ. പറയൂ നബിയോട് ഉംദുർന. ചോദ്യം, ഇക്കാലത്ത് ഉംദുർന നബിയോട് പറഞ്ഞ മുശ്രിക്കാണോ? റഹ്മത്ത് നിങ്ങൾക്ക് ശിർക്കന്നെ ഇക്കാരം. കാരണം റഹ്മത്ത് എന്ന് റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞ ശിർക്കാണ്. ജനങ്ങളെ കേൾക്കുന്നില്ലേ? ദയവ് ചെയ്ത് പരലോകമാണോ നിങ്ങളുടെ ചിന്ത? സ്വർഗത്തിൽ ഹബീബിന്റെ കൂടെ നിൽക്കണോ? ഒരു വാക്ക് പറയട്ടെ, മിണ്ടാൻ കഴിഞ്ഞോ ഇവർക്ക്? മിണ്ടാൻ കഴിഞ്ഞവർക്ക് റഹ്മത്ത് എന്ന് പറഞ്ഞ ശിർക്കാന്ന് വരെ ഞാൻ ഉദ്ധരിച്ചിട്ട് കാണാമുണ്ടിയോ? ഇല്ല. അതുകൊണ്ട് ജനങ്ങളോട് പറയുന്നു, നബവി ഇമാമിന്റെ കൂടെ സ്വർഗത്ത് പോകണോ? ചോദ്യമാണ്. ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണോ? റസൂലിനെ കുറിച്ച് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പറക്കടുത്തടുത്ത ഉമ്മുസലമ ബീവി, ഉമ്മുസലീം, ഇവരൊക്കെ മുശ്രിക്ക്. ബുഖാരി ഇമാം മുശ്രിക്ക്. സിഹർ ഫലിക്കുമെന്ന് പറഞ്ഞവരൊക്കെ മുശ്രിക്ക്. ഇങ്ങനെ ഒരു ശിർക്ക് തൊഴിലാളികളെ നമുക്ക് വേണോ? വേണ്ട. അതാ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ വിളിച്ചോളായ റസൂലല്ലാഹ്. എന്റെ കോടമ്പോയിലെ പ്രവർത്തകരെ അഭിനന്ദനങ്ങൾ, മധ്യസ്ഥന്മാർക്കും അഭിനന്ദനങ്ങൾ. തീർത്ത് ഞാൻ പറയുന്നു, ഞങ്ങളെ തെളിവ് സമർപ്പിച്ചു. ഇന്നമാ വലിയുക്കമുള്ള മുതൽ ലാ ഉൻദുർനവരെ ഞങ്ങൾ പറഞ്ഞു. നിങ്ങളെ തൗഹീദ് പൊളിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി ഞങ്ങൾ വിളിക്കും ഉൻദുർനാ യാ റസൂലല്ലാഹ്.